ഗർഭിണിയായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ സ്റ്റേജസ് ആണ് ഉള്ളത്? അപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിനെ കുറിച്ചും സെക്കൻഡ് ട്രൈമസ്റ്ററിനെ കുറിച്ചും ഒക്കെ മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തേർഡ് ട്രൈമസ്റ്ററിനെ കുറിച്ചാണ്. നമ്മളോടൊപ്പം സംസാരിക്കുന്നത് സീനിയർ ഗൈനക്കോളജിസ്റ്റ് SUT ഹോസ്പിറ്റൽ പട്ടം ഡോക്ടർ ലക്ഷ്മി അമ്മാൾ മാം. മാം, വെൽക്കം ടു ദ ഷോ. മാം, നമ്മൾ സെക്കൻഡും ഫസ്റ്റും ഒക്കെ സംസാരിച്ചു. ഇനി തേർഡ് ട്രൈമസ്റ്ററിനെ കുറിച്ചാണ്. അപ്പോൾ ഈ തേർഡ് ട്രൈമസ്റ്റർ തുടങ്ങുന്നത്, ആരംഭിക്കുന്നത് ഘട്ടം എപ്പോൾ മുതലാണ്? തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു 28 ആഴ്ച തുടങ്ങിയിട്ട് 40 ആഴ്ച വരെയുള്ള 12 ആഴ്ചകൾക്കാണ് നമ്മൾ തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. വളരെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാലഘട്ടമാണിത്. കാര്യം കുഞ്ഞ് 28 ആഴ്ച കഴിയുമ്പോഴേക്കും വളർച്ച പൂർത്തിയാവുകയില്ല എങ്കിലും അതിൻ്റെ ഓർഗൻസ് എല്ലാം ഒരുവിധം നന്നായി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിലും വ്യത്യാസമായിട്ടൊരു കാര്യമുള്ളത്, അതിൻ്റെ ശ്വാസകോശം വളർന്നു തുടങ്ങും. സാധാരണഗതിയിൽ നമ്മൾ പറയും 20 ആഴ്ചയിൽ ഒരു കുഞ്ഞ് ജനിച്ചാൽ രക്ഷിക്കാൻ പറ്റില്ല, 24 ആഴ്ചയിലും നല്ല സംവിധാനങ്ങളില്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ 28 ആഴ്ച കഴിഞ്ഞ കുഞ്ഞിനെ നമുക്ക് ഒരുവിധം സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ, അതായത് നവജാത ശിശുക്കളുടെ സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 22 ആഴ്ച 24 ആഴ്ച വരെയൊക്കെ കുഞ്ഞിൻ്റെ ശ്വാസകോശം വളർന്നു തുടങ്ങി കാണില്ല. പക്ഷേ ഈ സമയമാകുമ്പോഴത്തേക്കും ശ്വാസകോശത്തിൻ്റെ വളർച്ച തുടങ്ങുകയും 32 ആഴ്ച ആകുമ്പോഴത്തേക്കും ഏകദേശം അത് പൂർത്തിയാവുകയും ചെയ്യും. അതുകൊണ്ടാണ് 34 ആഴ്ച കഴിഞ്ഞ് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അത് പ്രീ ടേം ബേബീസ്, അതായത് മാസം തികയാത്ത കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ പെടുമെങ്കിലും അവർക്ക് ഈ വെന്റിലേറ്ററോ അല്ലെങ്കിൽ ഒരുപാട് പൈസ ചിലവുള്ള ഇഞ്ചെക്ഷൻസോ സർഫെക്റ്റൻ്റ് എന്ന് പറയും ഒന്നും ആവശ്യം വരില്ല. അപ്പോൾ 28 ആഴ്ച കഴിഞ്ഞ കുഞ്ഞുങ്ങൾ ഗർഭപാത്രത്തിന് പുറത്തും രക്ഷപ്പെടും എന്നുള്ളത് കൊണ്ട് ഈ കാലഘട്ടം വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഓരോ കാര്യവും നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കണം. അതുകൊണ്ട് തന്നെ 28 ആഴ്ച വരെ നമ്മൾ മാസത്തിലൊരിക്കലാണ് ഗർഭിണിയെ കാണുന്നത്. പക്ഷേ 28 ആഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ 36 ആഴ്ച വരെ, അതായത് നമ്മുടെ പ്രസവം പറഞ്ഞിരിക്കുന്ന ഡേറ്റിന് 4 ആഴ്ച മുമ്പ് വരെ എല്ലാ 2 ആഴ്ചയും നമ്മൾ കാണും. കാര്യം ഒരു മാസത്തിലൊരിക്കൽ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു വലിയ ഇടവേളയായിപ്പോവും. അതിനിടയ്ക്ക് നടക്കുന്ന പല കാര്യങ്ങളും നമ്മൾ മിസ് ചെയ്തു പോകും. അപ്പോൾ അതുകൊണ്ട് 2 ആഴ്ചയിലൊരിക്കലാണ് ഈ സമയത്തെ ചെക്കപ്പ്, 36 ആഴ്ച വരെ. പിന്നെ 37, 38, 39, 40 ആഴ്ചയിൽ എല്ലാ ആഴ്ചയിലും ചെക്കപ്പിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ലങ്സ് കുഞ്ഞിൻ്റെ ശ്വാസകോശം വികസിച്ച് തുടങ്ങുന്ന ഒരു സമയം എന്നുള്ള നിലയിലും ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ അമ്മമാർ വെയിറ്റ് വയ്ക്കുന്ന സമയം, കൂടുതൽ വെയിറ്റ് വയ്ക്കുന്ന സമയം ഇതാണ്. കുഞ്ഞുങ്ങൾക്കും വെയിറ്റ് വയ്ക്കുന്ന സമയം ഇതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 28 ആഴ്ചയിൽ നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഒരു 1.25 കിലോ 1.5 കിലോയ്ക്കകത്ത് നിൽക്കും വെയിറ്റ്. സാധാരണഗതിയിൽ 1.2, 1.3 എന്ന് പറയും. പക്ഷേ ഈ കുഞ്ഞ് 38 ആഴ്ച 39 ആഴ്ച ആകുമ്പോഴത്തേക്കും ഒരു 3.25 കിലോ ആയിട്ടുണ്ടാവും. ഒരു ആവറേജ് ആയിട്ടൊരു വെയിറ്റ് എടുക്കുകയാണെങ്കിൽ, അതിനും കൂടുതൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഈ നമ്മൾ നോക്കുകയാണെങ്കിൽ 1.25 കിലോ 28 ആഴ്ച വരെ. അത് കഴിഞ്ഞുള്ള 12 ആഴ്ചയിൽ കുഞ്ഞ് ഏകദേശം 1.25-2 കിലോ ആണ് വെക്കുന്നത്. അപ്പോൾ കുഞ്ഞിനും വെയിറ്റ് വയ്ക്കും, അമ്മയ്ക്കും വെയിറ്റ് വയ്ക്കുന്ന സമയമാണ്. പിന്നെ അമ്മയുടെ അസുഖങ്ങളൊക്കെ വരുന്ന സമയമാണ്. അതായത് ഈ പ്ലസൻറ്റ പ്രീവിയ, മറുപിള്ള താഴെയാണെങ്കിൽ ബ്ലീഡിങ് തുടങ്ങുന്ന സമയം ഇതാണ്, പ്രഷർ വരുന്ന സമയം ഇതാണ്, ഡയബറ്റിസ് വരുന്ന സമയം ഇച്ചിരി നേരത്തെ വരും. 25 ആഴ്ചയിലൊക്കെ ഡയബറ്റിസ് വന്നു തുടങ്ങും. എന്നാലും അപ്പം കാണാത്ത ഡയബറ്റിസ് ചിലപ്പോൾ 28-30 ആഴ്ചയിലായിരിക്കും കാണുന്നത്. സോ അമ്മയ്ക്ക് അസുഖങ്ങളും പ്രകടമായി തുടങ്ങും. പിന്നെ കുഞ്ഞിൻ്റെ വെയിറ്റും കൂടി തുടങ്ങും, കുഞ്ഞിൻ്റെ ഹൃദയം നല്ലപോലെ വികസിച്ചു വരും. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാം ഇപ്പോൾ പറഞ്ഞല്ലോ മന്ത്ലി സ്കാൻസും കാര്യങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ മന്ത്ലി ഇനി സ്കാനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ? മെഡിസിൻസും ഒക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സ്കാൻസ് നമുക്ക് മന്ത്ലി വേണ്ട. നമ്മൾ അമ്മ വന്നു കഴിയുമ്പോൾ നമ്മൾ വെയിറ്റ് എടുക്കും. വെയിറ്റ് കൂടുന്നുണ്ടോ, അമ്മയ്ക്ക് ആഹാരം കുറവാണോ അതോ അമിതമായിട്ട് അമ്മ ആഹാരം കഴിക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു കണക്കുണ്ട്, 2 ആഴ്ചയിൽ ഇത്ര വെയിറ്റ് കൂടിയിരിക്കണം. ഇപ്പം നമ്മളൊരു ഒരു ഇത് കണക്ക് പറയുകയാണെങ്കിൽ ആദ്യത്തെ 3 മാസത്തിൽ ഏകദേശം 1 കിലോ
ആദ്യത്തെ ആ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എല്ലാം കൂടെ ഒരു കിലോയൊക്കെ കൂടുകയുള്ളൂ, ഛർദിലുമൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 4-ാം മാസം 5-ാം മാസം ഓരോ കിലോ വെച്ചൊക്കെ കൂടും. പക്ഷേ 6-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് 7-ാം മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് 1.5 കിലോ വെച്ച് കൂടും 7-8 മാസങ്ങളിൽ. 9-ാം മാസം ആകുമ്പോഴത്തേക്ക് ഒരു മാസം അമ്മയ്ക്ക് 2 കിലോ കൂടും. അപ്പോൾ ഇതിനേക്കാളൊക്കെ കൂടുതൽ നമ്മൾ 28 ആഴ്ചയെ നോക്കി 32 ആഴ്ചയിൽ അല്ലെങ്കിൽ 30 ആഴ്ചയെ നോക്കുമ്പോൾ ഒരു 2 കിലോയൊക്കെ കൂടിയിട്ടുണ്ടെങ്കിൽ 2-2.5 കിലോയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമ്മ കഴിക്കുന്ന ആഹാരം കൂടുതലാണ്, നമ്മൾ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടിപ്പോവും. അതുപോലെ തന്നെ അത്രയും വെയിറ്റ് ഗെയിൻ ഇല്ലെങ്കിൽ നമ്മൾ സംശയിക്കണം കുഞ്ഞിൻ്റെ വളർച്ച പോരാ എന്നുള്ളത്. പിന്നെ ഈ പ്രീ എക്ലാംസിയ എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട്. അവർക്ക് പ്രഷർ കൂടിയിട്ട് വരുന്നൊരു അസുഖമാണ്. അവർക്ക് ശരീരത്ത് നീര് കെട്ടും. അങ്ങനെ നീര് കെട്ടുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ 1.5 കിലോയൊക്കെ കൂടിയെന്നിരിക്കും. ഈ സമയത്ത് ഒരാഴ്ചയിൽ 1.25 കിലോയിൽ കൂടുതൽ വെയിറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ പ്രീ എക്ലാംസിയ വരുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കണം. അപ്പോൾ വെയിറ്റിന് അങ്ങനെയാണൊരു കാര്യം. പിന്നെ നമ്മൾ 3-ാമത്തെ ട്രൈമസ്റ്ററായി എപ്പോൾ വേണമെങ്കിലും ചിലപ്പോൾ നേരത്തെയുള്ള പ്രസവമൊക്കെ നടന്നെന്നിരിക്കാം. ആ സമയത്ത് അമ്മയുടെ രക്തത്തിൻ്റെ അളവ് കറക്റ്റായിരിക്കണം, 11 ഗ്രാം എങ്കിലും വേണം. അപ്പോൾ ആ സമയത്ത് വളർച്ച ഉണ്ടെങ്കിൽ അത് എങ്ങനെ മാറ്റണം എന്നുള്ളതിനെ പറ്റി ഒന്നുകിൽ ഇരുമ്പ് സത്ത് കൂടുതൽ കൊടുക്കുക, ആഹാരം പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും പറ്റില്ല, ഇരുമ്പിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണം. ഹീമോഗ്ലോബിൻ ഒരു 6 ഗ്രാമിലൊക്കെ താഴെയാണെങ്കിൽ 34 ആഴ്ചയായി നമ്മൾ നോക്കുമ്പോൾ ഹീമോഗ്ലോബിൻ 6 ഉള്ളൂ. പിന്നെ നമുക്ക് ചിലപ്പോൾ അത് ശരിയാക്കാനുള്ള സമയമില്ലെങ്കിൽ ചിലപ്പോൾ രക്തം വരെ കൊടുക്കേണ്ടി വരും. 9-ാം മാസം ആയിക്കഴിഞ്ഞ് ഹീമോഗ്ലോബിൻ കുറവാണെങ്കിൽ കൊടുക്കണം. അപ്പോൾ ഈ പരിശോധനകളൊക്കെ നമ്മൾ ചെയ്യണം. നേരെ ഗ്ലൂക്കോസ്റ്റ്, അതായത് ഡയബറ്റിസ് വരാൻ സാധ്യത കൂടുതലുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് വണ്ണമുണ്ട്, അല്ലെങ്കിൽ 35 വയസ്സിൽ കൂടുതലുള്ള ഗർഭിണിയാണ്, അല്ലെങ്കിൽ വീട്ടിലെല്ലാവർക്കും തന്നെ ഡയബറ്റിസ് ഉണ്ട്, അങ്ങനെയുള്ളവരുടെയൊക്കെ നമ്മൾ വീണ്ടും 26 ആഴ്ചയിൽ ഒന്ന് ടെസ്റ്റ്, 24 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് ഗ്ലൂക്കോസ് ടെസ്റ്റ് ചെയ്ത് നോക്കും, ഗ്ലൂക്കോസ് കൊടുത്ത് എത്ര ഷുഗർ ഉണ്ടെന്ന്. അത് വീണ്ടും നമ്മൾ ചെയ്യേണ്ട സമയമാണ്. കാര്യം ഈ കോംപ്ലിക്കേഷൻസൊക്കെ അമ്മയ്ക്ക് വരികയും കുഞ്ഞിനെ അത് ബാധിക്കുകയും ചെയ്യുന്ന സമയമാണ്. അപ്പം നമ്മൾ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ കാര്യമായിട്ട് തന്നെ ചെയ്യണം. പക്ഷേ സ്കാനിങ് നമ്മൾ 28 ആഴ്ചയിൽ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അമ്മയുടെ വെയിറ്റ്, അമ്മയുടെ വയറ് വലുതാവുന്ന റേറ്റ് നമുക്കറിയാം കണ്ടാൽ. അതൊക്കെ നോക്കിയിട്ടാണ് പിന്നെ സ്കാനിങ് വേണോ വേണ്ടയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സാധാരണഗതിയിൽ റിസ്ക് ഒന്നും ഇല്ലാത്തൊരമ്മയാണെങ്കിൽ പിന്നെ 37 ആഴ്ചയിലൊക്കെ ഒരെണ്ണം ചെയ്താൽ മതി. കാര്യം എത്ര വെയിറ്റ് ഉണ്ട് അതും പിന്നെ മാൻഡേറ്ററി അല്ല, ചെയ്തേ പറ്റൂ എന്നില്ല. പക്ഷേ എപ്പോഴും അത് ഗർഭിണികൾക്കോ അവരുടെ വീട്ടുകാർക്കോ ഒരു ആങ്സൈറ്റിയാണ്, എന്തെങ്കിലും ഉണ്ടോ. പിന്നെ നമ്മൾ നല്ലപോലെ വയറ് കൈവച്ച് നോക്കുന്നവർക്ക്, എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അറിയാം വളർച്ചയുണ്ടോ, വെള്ളമകത്തുണ്ടോ, കുഞ്ഞിൻ്റെ കിടപ്പ് ശരിയാണോ എന്നൊക്കെ. ചിലപ്പോൾ ആ സംശയങ്ങൾ തീർക്കാനും ഡോക്ടർമാർ തന്നെയും പറയും, ഒന്ന് കണ്ടിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുന്നു, ഒന്ന് സ്കാൻ ചെയ്ത് നോക്കിയേക്കൂ. വെള്ളം കുറവാണെന്ന് കണ്ടാൽ കുഞ്ഞിന് രക്തയോട്ടം കുറവാണോ എന്ന് നമ്മൾ നോക്കണം. ചിലപ്പോൾ അത് നോക്കാതിരുന്നാൽ കുഞ്ഞ് വയറ്റിൽ കിടന്ന് തന്നെ മരിച്ചു പോകും. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ പറയില്ലേ, അതിൻ്റെ ഒരു അളവുകോൽ എന്ന നിലയ്ക്ക് നമ്മൾ നേരത്തെ ഒരെണ്ണം കുഞ്ഞിൻ്റെ വളർച്ച വെയിറ്റ് വെക്കുന്ന സമയമാണ്. അപ്പോൾ 28 ആഴ്ചയിൽ തന്നെ ഒന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുഞ്ഞിന് വെയിറ്റ് അപ്പം ആവശ്യത്തിനുണ്ടോ എന്നറിയാം. അപ്പം തന്നെ വെയിറ്റ് കുറവാണെങ്കിൽ കാരണങ്ങൾ എന്താണെന്ന് നമ്മൾ ഉടനെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. വെള്ളം കുറവാണെങ്കിൽ എന്തുകൊണ്ട് വെള്ളം കുറഞ്ഞു, അതിനെന്തെങ്കിലും ചെയ്യണോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്കാനിങ് 28 ആഴ്ചയിൽ ഒരെണ്ണം എന്തായാലും ചെയ്ത് നോക്കണം. പിന്നെ 36-37 ആഴ്ചയിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് 3-ാം മാസത്തിലും 5-ാം മാസത്തിലും ഓരോന്ന് ചെയ്താൽ മതി എന്നാണ്. അത് പക്ഷേ ലോകത്തുള്ള എല്ലാ സ്ത്രീകളെയും നോക്കിയാണ്. കേരളം പോലെ പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള സ്ത്രീകളും അവരുടെ കുടുംബങ്ങളും ഉള്ള സ്ഥലത്ത് അവർ തന്നെ നമ്മളോട് പറയും, ഒന്ന് നോക്കിയേക്കാം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. പിന്നെ എല്ലാവർക്കും ഇൻട്രസ്റ്റ് പൊക്കിൾക്കൊടി ചുറ്റിയിട്ടുണ്ടോ എന്നറിയാൻ. ഈ പൊക്കിൾക്കൊടി ചുറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ട് വെപ്രാളപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അത് പ്രസവ സമയത്ത് കുഞ്ഞ് താഴേക്ക് ഇറങ്ങുമ്പോൾ പൊക്കിൾക്കൊടി ചുറ്റിയത് മുറുകുവാണെങ്കിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിൽ അറിയാൻ പറ്റും. അപ്പം എന്തെങ്കിലും ചെയ്താൽ മതി. പൊക്കിൾക്കൊടി ചുറ്റി എന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഡോക്ടറെ എനിക്ക് ഇപ്പം സിസേറിയൻ ചെയ്ത് തരണം എന്ന് പറയുന്ന അമ്മമാരും ഉണ്ട്. നമ്മളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പക്ഷേ പറഞ്ഞ് മനസ്സിലാക്കിയാലും മനസ്സിലാകാതെ കരഞ്ഞുകൊണ്ട് കിടക്കുന്ന അമ്മമാർക്ക് പിന്നെ നമ്മൾ സിസേറിയൻ ചെയ്ത് കൊടുക്കുകയും വളരെ റെയറായിട്ട് എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എല്ലാവരും ഗൂഗിളിലാണ് സെർച്ച് ചെയ്ത് നോക്കുന്നത്. എന്ത് സംശയം ഉണ്ടെങ്കിലും പെട്ടെന്ന് ഫോൺ എടുക്കുക, അല്ലെങ്കിൽ ലാപ്ടോപ്പ് എടുക്കുക, അതിൽ പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുക, സോഷ്യൽ മീഡിയയിൽ നോക്കുക. ഇതൊക്കെയാണ് സംശയങ്ങൾ ദൂരീകരിക്കുന്നതെല്ലാം അങ്ങനെയാണ്. ഡോക്ടേഴ്സിന് പറയുന്നതിനേക്കാളും സോഷ്യൽ മീഡിയയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം വരില്ല. ഒരു ഡോക്ടർ ഒരാളെക്കുറിച്ച് മൊത്തത്തിൽ നോക്കിയിട്ട് പറയുന്നത് പോലെ ആയിരിക്കില്ലല്ലോ ഒരു ഗൂഗിളിനോട് നമ്മൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ കിട്ടുന്നത്. ഡോക്ടർമാരും ഗൂഗിളും തമ്മിലുള്ള വ്യത്യാസം, ആ ഒരു രോഗിയുടെ അല്ലെങ്കിൽ ആ ഒരു രോഗി എന്ന് പറയാൻ പറ്റില്ല, ആ ഒരു ഗർഭിണിയുടെ കാര്യങ്ങൾ അറിയുന്നത് ഡോക്ടർക്കാണ്. ഒരു തലവാചകം പോലെ ഒരു കാര്യം ഗൂഗിളിൽ എഴുതി വെക്കുന്നത് നമുക്ക് ഓരോ ഗർഭിണിക്കും ബാധകമല്ല. അപ്പോൾ ഗൂഗിളിൽ ഒരു ജനറലായിട്ടുള്ള പൊതുവേ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് എല്ലാ സ്ത്രീകൾക്കും ആപ്ലിക്കബിൾ അല്ല. അവരെല്ലാവരെയും ഒരുപോലെ അല്ല അത് ബാധിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ വെപ്രാളപ്പെടാൻ പാടില്ല. നമുക്കൊരു ഡോക്ടർ ഉണ്ടല്ലോ, ഡോക്ടറോട് വരുമ്പോൾ ചോദിക്കണം, എഴുതി വെച്ചിട്ട് വരണം ഇന്ന ഇന്ന കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ളത്. ഗവൺമെൻറ് സെറ്റപ്പിൽ മാത്രമേ ഉള്ളൂ വലിയ തിരക്കും ഇത്രയധികം കാര്യങ്ങൾ. ചിലപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സമയം കിട്ടില്ലായിരിക്കും. എനിക്കറിയാം ഗവൺമെൻറ് സെറ്റപ്പിൽ എന്തോരം പേഷ്യൻസും രോഗികളും എത്ര കുറവ് ഡോക്ടേഴ്സും ആണെന്നുള്ളത്. പക്ഷേ പ്രൈവറ്റ് സെറ്റപ്പിലൊക്കെ നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള സമയമുണ്ട്. അവർ ചോദിക്കേണ്ട താമസമേ ഉള്ളൂ. ചോദിക്കാതെ തന്നെ ആൻറ്റിനേറ്റൽ ക്ലാസ്സസ് ഉണ്ട്. അതുവഴി നമ്മൾ ഇവരുടെ എല്ലാ ഭയങ്ങളും നമ്മൾ അഡ്രസ്സ് ചെയ്യണം എന്നാണ്. താങ്ക് യു മാം. അപ്പോൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്നവർ തീർച്ചയായും മാം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഗൂഗിളിൽ സെർച്ച് ചെയ്ത് അതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ അങ്ങ് വിലക്കെടുത്ത് അത് മാത്രം ഉൾക്കൊണ്ട് നിൽക്കരുത്. ഏതൊരു ഗർഭിണിയായിരുന്നാലും തേർഡ് ട്രൈമസ്റ്ററിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായും താങ്ക് യു മാം, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്. താങ്ക് യു സോ മച്ച്.